നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം അവസാന നിമിഷവും തുടരുന്നു. ഉദ്ഘാടന വേദിയിലും വിവാദം തുടരുകയാണ്. മുൻമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പദ്ധതിയുടെ സമർപ്പണ വേദിയിൽ ക്ഷണമുണ്ടായിരുന്നു. ഇതുപ്രകാരം അദ്ദേഹം നേരത്തെ വേദിയിലെത്തി ഇരിപ്പുറപ്പിച്ചു. BJP അണികൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ രാജീവും അത് ഏറ്റുവിളിച്ചു. എന്നാൽ ഇത് കണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ശരിക്കും അസ്വസ്ഥനായി. ഇതോടെ രാജീവിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 10 മണിയോടെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിച്ചു. ഈ സമയം വേദിയിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. സദസ്സിലിരുന്ന പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. മന്ത്രിമാർ പലരും സദസ്സിലാണ് ഇരിക്കുന്നത്, എല്ലാവരും വേദിയിൽ ഇരിക്കേണ്ടതില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പോലും സദസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ വന്ന് സർക്കാർ പരിപാടിക്ക് ഇരിക്കുന്നത്, സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് അല്പത്തരമല്ലേ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇത്തരമൊരു അവസരം നൽകിയിട്ടുള്ളത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇരിക്കുന്ന വ്യക്തിയെങ്കിലും ഇതിൽ അല്പം മാന്യത കാണിക്കണ്ടേ? എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് അല്പത്തരമല്ലേ? ഇതൊന്നും മലയാളി പോർക്കില്ല. BJPയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോട് സ്വീകരിക്കുന്ന നിലപാടിന് ഉദാഹരണമാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഇരുത്തിയതിലൂടെ പ്രകടമാകുന്നതെന്നും മുഹമ്മദ് റിയാസ് വിമർശിച്ചു. അതേസമയം മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രംഗത്ത് വന്നു. നിങ്ങളുടെ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് രാഹുലിൻ്റെ പരിഹാസം. പദ്ധതിയുടെ നടത്തിപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും അവഗണിക്കുന്ന സർക്കാർ നയത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ. അതേസമയം വിഴിഞ്ഞം പദ്ധതിയും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് മന്ത്രി P രാജീവ് രംഗത്ത് വന്നിരുന്നു. ഒരു കല്ലിൻ്റെ സംഭാവന ആരും മറക്കില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാം പൊതുമധ്യത്തിലുണ്ട്. LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. കേരളം ഇന്ത്യക്കും ലോകത്തിനും നൽകുന്ന സംഭാവനയാണ് വിഴിഞ്ഞം പദ്ധതിയെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞത്തിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത് K കരുണാകരനാണ്. വിഴിഞ്ഞം വെല്ലുവിളികൾ മറികടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി. അതിനെ LDFന്റെ കുഞ്ഞാക്കി മാറ്റുന്നത് ശരിയല്ല എന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിക്ക് പറ്റിയ കൂട്ടാണ് കേരളത്തിലെന്ന് K മുരളീധരൻ പരിഹസിച്ചു. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. പദ്ധതി പ്രദേശം സന്ദർശിച്ചതിന് പിന്നാലെയാണ് മോദി ഉദ്ഘാടനം നിർവഹിച്ചത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരിക്കൽ കൂടി ശ്രീ അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി VN വാസവൻ സ്വാഗതം പറഞ്ഞു. കേരളത്തിൻ്റെ ദീർഘകാലമായ സ്വപ്നമാണ് വിഴിഞ്ഞം പദ്ധതിയെന്നും ഏറെ അഭിമാനകരമായ നിമിഷമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു. ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറും. പദ്ധതിയുമായി സഹകരിച്ച എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ ഇച്ഛാശക്തിയാണ് തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് സ്വാഗത പ്രസംഗത്തിൽ മന്ത്രി VN വാസവൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എല്ലാം സാധ്യമാക്കുമെന്ന വാക്ക് അർത്ഥപൂർണ്ണമാകുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയും ഇടതു സർക്കാരും പദ്ധതിയിൽ പങ്കുവഹിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അല്പം മുമ്പാണ് പ്രധാനമന്ത്രി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. രാവിലെ 10:30 വിഴിഞ്ഞത്തെത്തിയ മോദി MSC സെലസ്റ്റിനോ മരസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിച്ചു. തുടർന്ന് തുറമുഖം സന്ദർശിച്ചു. അതിനുശേഷമാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. 2015 അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ചത്. 2015 അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ച നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ തറക്കല്ലിട്ടത്. 2023 ആദ്യഘട്ടം പൂർത്തിയായി. 2024 ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചു. ഡിസംബർ 3 കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 2028 തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകും. 2034 മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. വലിയ വികസന സാധ്യതയുള്ള തുറമുഖമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്.